ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, കാരണം ഇപ്പം തന്നെ നമ്മൾ വൈകിയിരിക്കുന്നു. പ്രത്യേകിച്ചും റിസോഴ്സ് പേഴ്സൺസ് വളരെ മീനിങ് ആയിട്ടുള്ള സബ് ഡിവിഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഞാൻ അപഹരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് വളരെ ആയിട്ട് 3-4 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്ന സ്വപ്നക്കൂടെന്നൊരു പേരാണ്. സ്വപ്നക്കൂട് ശരിയാണ് കേട്ടോ, ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഇതൊരു സ്വപ്നം. ഈ സ്വപ്നവും കൊണ്ടല്ലേ നമ്മളെല്ലാം എല്ലാ വീടുകളിലും നമ്മൾ വളർന്നു വരുന്നത് അല്ലേ? ജീവിതത്തെ പറ്റി, കുടുംബത്തെ പറ്റി, വിവാഹത്തെ പറ്റി, അതൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സംതൃപ്തിയെ പറ്റി, സാഫല്യത്തെ പറ്റി, അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. പക്ഷേ ഈ പ്രധാന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, സ്വപ്നങ്ങൾ ആൾമോസ്റ്റ് ഒരു ഹൈഡ്രജൻ ബലൂൺ പോലത്തെ ഒരു സ്വഭാവം കൂടെ ഉള്ളതാണ്. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ നിൽക്കും അല്ലേ? നമ്മൾ സുന്ദരമാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളെ ശരിക്കുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയിലേക്ക്, സാഹിത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമികയിലേക്ക്, ഈയിടെയായിട്ട് ഞാൻ കുറച്ച് സാഹിത്യവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭൂമികയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കർമ്മം, ഒരു ധർമ്മം, ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി, അത് നമുക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ജയശ്രീ പറഞ്ഞതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് മാറുന്നതെന്ന് നമുക്ക് തീർച്ച പോലും ഇല്ലാത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ, വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പ സൗധത്തിനെ എങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാതെ, ചാഞ്ഞു പോകാതെ, വീണു പോകാതെ നിലനിർത്തും എന്നുള്ളത് ഒരു വലിയ അഭ്യാസമാണ്. അപ്പോൾ എന്നെ ചിലപ്പോൾ ഒരു വിദഗ്ധനായിട്ടായിരിക്കും ഇവിടെ വിളിച്ചത്. ഈ വൈദഗ്ധ്യമുണ്ട്, കാരണം ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇരുന്ന് കേൾക്കേണ്ടി വരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഓൾമോസ്റ്റ് ഒരു നടനെ പോലെയാണ് ഒരു ഇൻവോൾവ് ചെയ്തൊക്കെ ജോലി ചെയ്യുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ സംബന്ധിച്ച് നിരവധി റോളുകൾ എടുത്താലേ നമുക്ക് ആളുകളെ മനസ്സിലാവുള്ളൂ. അവരുടെ റോള് നമ്മളും കൂടെ ആ ട്രീറ്റ്മെൻറ്റ് തീരുന്നത് വരെയെങ്കിലും എടുക്കേണ്ടി വരും. അതേസമയം ഫുള്ളായിട്ട് റോൾ എടുത്താൽ നമുക്ക് വരെ ഗൈഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിവിധ പേഴ്സണാലിറ്റീസ്, വിവിധ ജീവിത സാഹചര്യങ്ങളിൽ അഭിനയിക്കുന്ന ഒരു നടനെ പോലെ ചെയ്ത് വരുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നോക്കിയ അഡ്വക്കേറ്റ് അജിതയെ ഞാൻ കണ്ടു. ഇതിൻ്റെയൊക്കെ സംഘർഷത്തിൻ്റെ ഒരു മൂർധന്യത്തിൽ കോടതിയിൽ അവിടെ ഞങ്ങളെയും വിളിക്കും. ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് വിളിക്കും. തിരുവനന്തപുരത്തെ കേരളത്തിലെ ആദ്യത്തെ കുടുംബ കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീദേവി എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് അറിയായിരുന്നു. മാഡം, ഞാൻ റെക്കോർഡിലൊന്നും വന്നിട്ടില്ലെങ്കിലും തിരുവനന്തപുരത്തെ കുടുംബ കോടതി പ്രസ്ഥാനത്തിന് നിലനിർത്തിയ ഒരാൾ ഞാനന്ന് മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. മാഡം വളരെ ക്ലോസ് ആണ്. മാഡം നേരെ വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കളയും. ഇന്ന് ഇങ്ങനെ ഈ ഒരു കേസുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ജഡ്ജിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 50-60 പേരുടെ കേസുകളെങ്കിലും ഞാൻ ശ്രീദേവി മാഡവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഇൻസൈറ്റാണ്. ഇതിൻ്റെ എല്ലാം ശ്രീദേവി മാഡം തുടങ്ങുമ്പോൾ ഭയങ്കരമായിരുന്നു. പെണ്ണുങ്ങളെ എല്ലാം ആളുകൾ ചൂഷണം ചെയ്യുന്നു, വിവാഹം എന്ന് പറയണ എല്ലാവരെയും ശരിയാക്കി കളയാം. പക്ഷെ അവസാനമായപ്പോൾ മാഡം ഇതിലും പലതും കള്ള പരാതിയൊക്കെ ആണെന്ന് തോന്നുന്നു ഡോക്ടറെ. ചിലതൊക്കെ മാഡം പറഞ്ഞു നമ്മൾ അന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. കാരണം മനുഷ്യന് ജീവിതമാണ്, സാഹചര്യമാണ്, ഇതൊക്കെ സത്യമാണ്. അപ്പം അതൊന്നും കൂടാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ സ്ത്രീചേതനയിലെ സ്വപ്നക്കൂടിനെ ഒരു സാധാരണ കട്ടൻ തറാന്നൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ചാൽ വെറും ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ കൂടെയാണ് മിക്കവാറും നമ്മുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അപ്പോൾ അവിടെ ഈ സ്വപ്നക്കൂടിനെ ഒരു കുഴപ്പമില്ലാത്തൊരു വീടായിട്ട് എങ്ങനെ പ്രതിഷ്ഠിക്കാം എന്നുള്ള ചലഞ്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്വപ്നം എങ്ങനെയാണ് വന്നത്? ചുമ്മാ ഒരു ദിവസം ജനിച്ച് സ്വപ്നം കണ്ട് കിടന്നപ്പോൾ വന്നതാണോ? ഈ സ്വപ്നം ഒരുപാട് പ്രോസസ്സിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ വിവാഹത്തെ പറ്റിയും പ്രായത്തെ പറ്റിയും അല്ലേ, കുടുംബത്തെ പറ്റിയും ഒക്കെയുള്ള സ്വപ്നങ്ങൾ ആരാണ്? ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അവരൊക്കെ പറഞ്ഞു തരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ പറഞ്ഞു തരണമെങ്കിലും വീട്ടിൽ നടക്കുന്നത്
അങ്ങനെയുള്ള സ്വപ്നത്തിന്റെ രീതിയൊന്നും അല്ല അച്ഛനും അമ്മയും മിക്കവാറും ദിവസം അടിയും പിടിയും ഒക്കെയാണ്. എന്നാലും സാരമില്ല, എവിടെയോ ഒരു നല്ല വീടുണ്ട്, നല്ല വിവാഹമുണ്ട്, അത് എൻ്റെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മളങ്ങ് നിശ്ചയിക്കുന്നു. പിന്നെ ഈ സാഹിത്യകാരന്മാരോ അവന്മാർ എഴുതിയതുപോലെ പ്രണയം, പ്രേമം, അതിൻ്റെ ഇതൊക്കെ പറഞ്ഞ് എഴുതി നമ്മളെല്ലാം വഴിതെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തോ ഭയങ്കര കാര്യമാണ്. ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത്രയൊക്കെ. പിന്നെ പാട്ടുകൾ, സിനിമ, ഇതൊക്കെ കണ്ട് അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ പഴയ സങ്കല്പങ്ങൾ. ഇതൊക്കെ നമ്മള് പെൺകുട്ടികളിരുന്ന് കാണുന്നത് പോലെ അപ്പുറത്ത് പയ്യനും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ വരുന്നത് ഈ സ്വപ്നത്തിന്റെ അവന്റെ സൈഡിൽ കൊണ്ടാണ്. അത് എല്ലാ രീതിയിലും ഭാര്യ പതിവ്രതയാകണം. പതിവ്രതയായ പോലെ സദാ സേവനം അനുഷ്ഠിക്കുന്ന ഒരു ഇതാകണമെന്നുള്ള സങ്കല്പമാണ്. അങ്ങനെയുള്ള ഒരുപാട് കവിതകളും ഗാനങ്ങളും ഒക്കെ കണ്ടും ചില സിനിമകളും ഒക്കെ കണ്ടൊക്കെ ഒരു സ്വപ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ സ്വപ്നത്തിന് കുറെ കാലം മുമ്പ് ഒരു പാട്ട് വന്നിരുന്നു കേട്ടോ. ഒരു പാട്ട്, വീടിനു പൊന്മണി വിളക്കും തറവാടിനു നിധി നീ കുടുംബിനി, വീടിനു പൊന്മണി വിളക്കും തറവാടിനു നിധി നീ കുടുംബിനി, പതിയെ കൂപ്പും നിൻകരതാരുകൾ പതിയുവതെല്ലാം സഫലം, കടമകൾ ചെയ്യുവാനർപ്പിച്ചൊരു നിൻ കമനീ ജന്മം വിമലം, വീടിനു പൊന്മണി വിളക്കും. ഇത്ര കേൾക്കുമ്പം തന്നെ ഇതെല്ലാം തികഞ്ഞ ഒരാളെയാണ് ഭാര്യയായിട്ട് കിട്ടണമെന്ന് വിചാരിച്ചാണ് ഈ പയ്യൻ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പകലിരവെല്ലാം പണി ചെയ്താലും പരിഭവമില്ല പകയില്ല, പരിസേവനമാം പരിമളമൂലും പനിനീർ പുഷ്പം നിൻ ഹൃദയം. നടക്കുവോ? വീടിനു പൊന്മണി വിളക്കു നീ. അപ്പൊ ഈ വിളക്ക് എല്ലാ വീട്ടിലും ഉണ്ടെന്ന് വെച്ചാണ് ഇത് വരണത്. അപ്പൊ അത് കാലം മാറി, നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. ആ സ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് 2-3 കാര്യങ്ങളാണ് നമുക്ക് വന്നത്. ഒന്ന്, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം. നമ്മുടെ സങ്കല്പങ്ങളെല്ലാം ഇരിക്കട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന സൗന്ദര്യവും സന്തോഷവും സൗരഭ്യവും ഒക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. പക്ഷേ നമുക്ക് ദി ബിസിനസ് ഓഫ് ലിവിങ്, ദി ആക്ടിവിറ്റി ഓഫ് ലിവിങ്, അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കണം. അതിന് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഒരുപാട് പറയുന്നില്ല, കാര്യം ഈ സബ്ജക്റ്റ് എക്സ്പേർട്സ് ഇവിടെ വളരെ വിശദമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് 1-2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് തന്നെ ഒരു കോൺസെപ്റ്റ് വേണം നമ്മളെ പറ്റി. എന്താണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്? ഒരു 10-20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സല്ലേ കല്യാണം കഴിക്കാൻ. ഇപ്പം 21 ആക്കാൻ പോവുകയാണ്. ഇപ്പം 18 അല്ലേ, അത് 21 ആക്കാൻ പോവുകയാണ്. 21 വെച്ചോളൂ. 21 മുമ്പ് ഒരാൾക്ക് വിവാഹം കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. ഏതായാലും അപ്പോഴും നമ്മളൊരു കല്യാണം കഴിച്ച് കളയാം. പണ്ട് ഈ ഓപ്ഷൻ ഇല്ല കേട്ടോ. എല്ലാവരും ഈ ദിവസവും പല്ല് തേക്കുന്നത് പോലെയോ കുളിക്കുന്നത് പോലെയോ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത് അബ്സല്യൂട്ട്ലി മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ചോയ്സസോ ഉണ്ടെന്നാണ് വൈപ്പ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ചോയ്സ് ഉണ്ടോ ഇല്ലയെന്ന് അവരവർ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. ഏതായാലും പക്ഷെ എങ്ങനെ കല്യാണം കഴിച്ചാലും, ഇനി പ്രേമ വിവാഹമായാലും പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയാലും ഒരു ഹൈബ്രിഡ്, ഇപ്പോൾ എല്ലാം ഹൈബ്രിഡ് ആണല്ലോ, LPGയും പെട്രോളും കൂടെ ചേർത്തതുപോലെ, അത് പ്രേമം പ്ലസ് അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് പ്ലസ് പ്രേമമായിട്ട് പല കോമ്പിനേഷനാണ്. ഏതായാലും നമുക്ക് ആദ്യം ഒരു കോൺസെപ്റ്റ് വേണം. വാട്ട് എക്സാക്ട്ലി യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ്. അപ്പം അതിൽ നമ്മൾ വിവാഹം കഴിച്ച് കഴിയുമ്പോഴും എങ്ങനെ ആ സംവിധാനത്തിനുള്ളിൽ നമ്മളുടെ ഒരു സെൽഫ് ഐഡിയാസ്, സെൽഫ് പ്രോഗ്രാംസ്,
അത് നമുക്ക് എങ്ങനെ നിലനിർത്താം? വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് യുവർ കരിയർ? കരിയർ വേണോ വേണ്ടി? ഇതോടുകൂടി എല്ലാം കൂട്ടിക്കെട്ടി ഈ പകലിര പോലും പണി ചെയ്ത് പരിഭവമില്ലാതെ ജീവിക്കുന്ന പത്നിയായിട്ട് ജീവിച്ചാൽ മതിയോ? അല്ല, നമുക്ക് നമ്മുടെ ഒരു കരിയർ, അപ്പോൾ അതെങ്ങനെ ഇതിനകത്ത് ക്യാറ്റർ ചെയ്യാം എന്നുള്ളത് നോക്കണം. രണ്ടാമത്, ഈ കുടുംബ ജീവിതത്തിലെ ഇൻ്ററാക്ഷൻ. നമുക്കൊരു പാർട്ട്ണർ വരികയാണ്. സത്യത്തിൽ നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ച് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന പരമ ബോറാണ് കേട്ടോ. ഞാൻ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റിയില്ല, ജനറലി ഒരുപാട് ഫിലോസഫേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദി അതർ മാൻ ഈസ് ഹെൽ എന്നാണ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യത്തിന് അത് നിലനിർത്തണമെങ്കിൽ, ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും സാധിക്കണമെങ്കിൽ അങ്ങനെ ടോളറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ഭർത്താവിനെ പറ്റി നല്ലതായിട്ട് എല്ലാം വിചാരിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്ന് ഇനി ഞാൻ ഇതെങ്ങനെ അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി നോക്കിയാൽ എത്ര റീസൺസ് ആണോ പുള്ളിയെ ഇഷ്ടപ്പെടാനുള്ളത് അത്രയും റീസൺസ് തന്നെ വെറുക്കാനും നമുക്ക് കിട്ടും കേട്ടോ. അതാണ് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളുടെയൊക്കെ ജോലി ഈ വെറുക്കണ പാർട്ട് പറഞ്ഞ് അതൊക്കെ ഒരു വെറുപ്പൊന്നല്ല, ചെറിയ ഒരു വെറുപ്പല്ലേ, ഇത് സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ, നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം നമുക്ക് നമ്മളെ പറ്റി ഒരു ഐഡിയ വേണം. അപ്പോൾ പിന്നെ കരിയർ. രണ്ടാമത്, ആ കുടുംബത്തിൽ എന്ത് റോളാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ ഭർത്താവിനെ തന്നെ സേവിക്കുന്ന ഒരു ഉത്തമ ഭാര്യയാണ് കോമയിൽ, ഇൻവേർട്ടഡ് കോമയിൽ പറയുന്ന ഈ പാട്ടിൽ ഈ പാവം സിഒ ആൻഡ്രോ പാടിയ പാട്ടിൽ പറയുന്നത് പോലെ ജീവിക്കണോ, അതോ ആ കുടുംബം എന്നുള്ള ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് അതിന് എത്രത്തോളം? അടുത്ത് വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ. ഇത് സത്യസന്ധമായിട്ടും എഫക്റ്റീവായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ആദ്യത്തെ ചേട്ടൻ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു 3-4 മാസം കഴിയുമ്പോൾ ചേട്ടനെ ചോട്ടാന്ന് വിളിച്ചു തുടങ്ങും, പിന്നെ ചൂട്ടാന്ന് വിളിച്ചു തുടങ്ങും, അങ്ങനെയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ ഒരു അപ്പോൾ ഒന്ന് കുടുംബ ജീവിതത്തിലെ നമ്മുടെ റോള്, കരിയർ, അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പിന്നെ സത്യസന്ധമായിട്ട് നമ്മുടെ, പിന്നെ സെക്ഷുവാലിറ്റിയുടെ ഇതിനെപ്പറ്റി അത് ഞാൻ കൂടുതൽ അധികം പറയുന്നു. പക്ഷെ അതൊരു പ്രധാന ഇതാണ്. അത് നമ്മൾ എങ്ങനെ അതിൻ്റെ റോളുകൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും, അതിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആയിരിക്കണം. അതിനെ സസ്റ്റെയിൻ ചെയ്യണം. ഈ പറഞ്ഞ പോലെ അതിനെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ചെയ്യേണ്ട ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു പ്രധാന കാര്യം, നമുക്ക് വെദർ മാരീഡ് ഓർ നോട്ട്, കല്യാണമാണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ്, നമ്മുടെ ശരീരത്തിന് നമ്മൾ കെയർ ചെയ്യണം. ഫിസിക്കൽ ഹെൽത്ത് പാലിക്കുക എന്നുള്ളതിനപ്പുറമുള്ള ഒരു ധർമ്മവും മനുഷ്യനില്ല. ആദ്യത്തെ ധർമ്മം. അതിൽ നിന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വരുന്നതും നമ്മുടെ സ്പിരിച്വൽ ഹെൽത്ത് വരുന്നതും. ബിക്കോസ് നമ്മൾ ഞാൻ എൻ്റെ മനസ്സെങ്ങനെയാണെന്ന് ആലോചിച്ചാൽ എനിക്ക് കുറേയൊക്കെ മനസ്സിലാകും. പക്ഷെ എൻ്റെ ശരീരം എങ്ങനെയാന്ന് നോക്കിയാൽ എനിക്ക് മിക്കവാറും എനിക്ക് കാണാം, കണ്ടില്ലെങ്കിൽ ഒരു കണ്ണാടി നോക്കി കാണാം. ഇനി പിറകുവശം കാണണമെങ്കിൽ പിറകെ ഒരു കണ്ണാടി വെച്ച് റിഫ്ലക്ഷനിൽ കൂടെ കാണണം. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അത് നേരെ ഹെൽത്തി ആയിട്ട് വെക്കണം, ശുദ്ധമായിട്ട് വെക്കണം. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും എത്ര പതിസേവ നടത്തുന്ന സമയത്തായാലും പരിസേവനം നടത്തുന്ന സമയത്തായാലും ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഞാനൊരു മെഡിക്കൽ പേഴ്സണാണ്. എന്നെ പറ്റി വേറൊരു ഇതുള്ളത്, ഞങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ പറയുമ്പോൾ ഡോക്ടർ പറയണം മുഴുവൻ ശരീരത്തിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ഫിറ്റ്നസ് എങ്ങനെ, അതിന് വേറെ ഡോക്ടർമാരുണ്ടല്ലോ, നമ്മളില്ല. ഇത് ഇവിടെ ഒന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദി പ്രൈമറി തിങ്. ദൈവം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് യുവർ ബോഡി, ഇറ്റ് ഈസ് യുവർ ഫിസിക്കൽ ഹെൽത്ത്, അല്ലേ? അപ്പോൾ അത് സൂക്ഷിക്കാത്ത ഒരു കല്യാണം, ഒരു വിവാഹവും കുറെ കഴിയുമ്പോൾ ശരിയാവില്ല. ഓഫ്കോഴ്സ് ഡിസീസസ് വരും, ഡിസബിലിറ്റീസ് വരും, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ബൈ ആൻഡ് ലാർജ് നമ്മുടെ ഒരു നെഗ്ലക്റ്റ് കൊണ്ട്, നമ്മുടെ ഒരു പോരായ്മ കൊണ്ട്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ
ഇതുകൊണ്ട് ദിവസവും 8ഉം 10ഉം പ്രാവശ്യം സ്വിഗ്ഗിയിലും ഒക്കെ വിളിച്ച് പറഞ്ഞ് കിട്ടണം എല്ലാം വാരി തിന്ന് ഒരു 2-3 വർഷം വിവാഹം കഴിക്കുമ്പം കസേരയിലും കൊള്ളൂല, സെറ്റിയിലും ഇരിക്കാൻ വയ്യ, കഥകളിലൂടെയും കയറാൻ പ്രയാസം, അങ്ങനെ ഒരു ഇതിലാകാതിരിക്കാനുള്ള ഒരു ഔചിത്യം നമുക്ക് വേണം. അതില്ല. അൺഫോർച്ചുനേറ്റ്ലി വളരെ അല്ലാത്ത സമയത്ത് നൂല് പോലെ ഇരിക്കാൻ വേണ്ടിയുള്ള എല്ലാം കാണിക്കുന്നവരും ഇത് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് എൻ്റെ ഒരു കോൺസ്റ്റൻ്റ്. എനിക്കറിയാം എതിർപ്പുകൾ വരും, ഇയാൾ വരെ മൂരാഴ്ചയാണ്, ഇയാൾ എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഈ മനസ്സിലാക്കിയ വിവാഹ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളെ പറ്റി മനസ്സിലാക്കിയെടുത്തുള്ള ഒരു പ്രധാന ഇത് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇത് പുരുഷന്മാർക്കാണ് കൂടുതൽ. വൈകിട്ടൊരു ക്ലബ്ബുണ്ട്, നമ്മളിപ്പോഴും ഒരു ക്ലബിൻ്റെ ഇവിടെ ഇരിക്കുന്നത്. വൈകുന്നേരം ആയ കുപ്പി കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കുപ്പിയുടെ ഷേപ്പ് മുകളിലൊരു കൊച്ച് ഇതും അല്ലേ, അത് തലയുടെ സ്ഥാനത്ത് കുപ്പിയുടെ കഴുത്തും ദേഹം മുഴുവൻ കുപ്പിയുടെ ബോഡി പോലെയാണ്. ഇതാകുകയാണ്. സോ ബോത്ത് man and woman, health is the primary requirement for a happy marriage. Okay? അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് വളരുന്ന കുട്ടികൾ കുറെ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരോഗ്യം പറഞ്ഞാലൊന്നും അതൊന്നും ഏൽക്കുകയില്ല. ഈ പിള്ളേർ ചിൽഡ്രൻ ആർ റിയൽ ഡേൾസ് കേട്ടോ. അവർ നമ്മൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളൂല, നമ്മൾ ചെയ്യുന്നതെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്യണം എന്നില്ല, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, റീസണബിൾ ആണെങ്കിൽ. അപ്പോൾ അതിന് ഒരു മോഡലാവണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ ചേട്ടൻ ഭയങ്കര കോപമുള്ള ആളാണ്, അതുകൊണ്ടൊന്നും പറയണ്ട ഞാനിങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഒരു കൊല്ലം കഴിയുമ്പോൾ കൂടുതൽ പരുഷമായിട്ടും കൂടുതൽ അപകടകരമായ രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. അതിനേക്കാൾ അപ്പോഴെപ്പോഴും പറയുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരിത് അത് നമ്മൾ എപ്പോഴും. മൂന്നാമത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറ്റ മാരേജും ഇല്ല. അതായത് യാതൊരു സംഘർഷവും ഇല്ലാതെ, യാതൊരു നിരാശയും ഇല്ലാതെ, യാതൊരു ഓവർ റിയാക്ഷനും ഇല്ലാതെ ഒരു മാരേജും ഇല്ല. കുറേ വർഷം മുമ്പ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഈ പിള്ളേരെ കൊണ്ടുവരും. പിള്ളേരെ പഠിക്കണില്ല, സ്കൂളിൽ പോയി ശ്രദ്ധിക്കുന്നില്ല, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് AG's ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അമ്മയും ഏതെങ്കിലും ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണത്. അപ്പം അതിൻ്റെ പ്രശ്നം, അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് എങ്ങനെ ഇവനിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, ഇവൻ എല്ലാം എടുത്തെറിയണം. ഞാൻ ചോദിച്ചു, എടുത്തെറിയണ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ സാധനങ്ങൾ എടുത്തെറിയുന്നത് കൊച്ചെടുത്തെറിയാണ്. അതുപോലെ ചേട്ടൻ ചിലപ്പോൾ എടുത്തെറിയുന്നു. അതായത് അച്ഛൻ എടുത്തെറിഞ്ഞ കൊച്ച് എറിയാതിരിക്കുമോ? കൊച്ചു എറിയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അൺലെസ് വി റെഗുലേറ്റ് അവർ ബിഹേവിയർ. പിന്നെ രണ്ടാമത്തത്, ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഒരു ജീവിതത്തിലെ ദുരന്തമല്ല. അഭിപ്രായ വ്യത്യാസം വരാം, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അല്പം എംഫറ്റിക്കായിട്ട് സംസാരിക്കാം, കുറച്ച് ഇത് ചെയ്യാം. പക്ഷെ പല പിള്ളേരും പറയണത് അവർ 2 അടി കൊടുത്താൽ അതിനെപ്പറ്റി പറയില്ല. പക്ഷെ ഈ അമ്മ ഞാൻ ചെറിയ കുറ്റം ചെയ്യുമ്പോൾ തന്നെ കീച്ച് വിളിക്കും, ഈ ഭയങ്കര ശബ്ദത്തിൽ. എവരി ചൈൽഡ് കംപ്ലൈൻസ് ഓഫ് സ്ക്രീമിങ്, സ്കോൾഡിങ് ബൈ പാരൻസ്. ഈ പിള്ളേരുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് ഒരു കാര്യം പറയണത്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ്. അത് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ വർഷാപ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അതൊക്കെ മാറ്റിയെടുക്കാൻ നോക്കണം. കാരണം എത്ര ഫേമായിട്ടുള്ള മെസ്സേജും വിളിച്ചു പോവാതെ, ശബ്ദത്തിൻ്റെ പാരമ്യത്തിലില്ലാതെ, ഡെസിബൽസ് വർദ്ധിപ്പിക്കാതെ സംസാരിക്കാൻ കഴിയണം കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ ബിഹേവിയറൽ സ്കിൽസ് ഒരുപാട് വേണ്ടതാണ് എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലും. ഇതൊന്നും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂല, തെറ്റും, ഷൗട്ട് ചെയ്യും, താൻ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചിലപ്പം പറഞ്ഞെന്നിരിക്കും. പിന്നെ ചിലപ്പോൾ പട്ടി, പൂച്ച എന്നുള്ള അനിമൽസിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചെന്നിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത് കഴിഞ്ഞാൽ ചേട്ടാ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അടുത്ത പ്രാവശ്യം
അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലിപ്പ് സൈഡ് നമുക്ക് സത്യസന്ധമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ വർക്ക്ഷോപ്പ് മുഴുവൻ നിർത്തിയിട്ട് ഇന്നും വൈകുന്നേരം വരെ ഇരുന്ന് സംസാരിക്കാം. പക്ഷെ അതെൻ്റെ ഉദ്ദേശമല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എവിടെ ആയാലും നമുക്ക് വേണ്ടത് വാട്ട് എക്സാക്ട്ലി യു എക്സ്പെക്ട് ഫ്രം യുവർ മാരേജ്, ഫ്രം യുവർ ഫാമിലി. നമ്മുടെ കരിയർ എങ്ങനെ നോക്കണം, ഒരു കോൺസെപ്റ്റ് വേണം. പിന്നെ എല്ലാത്തിലും ഒരു പ്ലാൻ എയും വേണം, പ്ലാൻ ബിയും വേണം. കരിയർ, എൻ്റെ കരിയറിൽ ഞാൻ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് ആയിക്കളാണെന്ന് ഞാൻ വന്നിരുന്നാൽ ഇല്ലെന്നിരിക്കും കേട്ടോ. ഞാൻ എത്ര മിടുക്കനാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ പ്ലാൻ ബി, ഞാൻ ഒരു കൊച്ചു സൈക്കാട്രിസ്റ്റ് ആയിരിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്ത് ഞാൻ കുറച്ചുകൂടെ അങ്ങനെ എല്ലായിടത്തും ഒരു പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരുപാട് സങ്കീർണതയുള്ള ഒരു ലോകത്താണ്. പലപ്പോഴും എയും തെറ്റും, ബിയും തെറ്റും, സിയും വേണ്ടി വരും. 3-4 ഓൾട്ടർനേറ്റീവ്സ് അബൌട്ട് യുവർ കരിയർ, അബൌട്ട് ദി ഫാമിലി. മക്കളെ പറ്റിയൊക്കെ ഒരു ചൊല്ലില്ലേ, മക്കളെയും മാമ്പവും കണ്ട് മതിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. മാവ് നിറയെ പൂത്തത് കണ്ട് ഇത്തവണ മാമ്പഴത്തൻ സുഖമാണെന്ന് വിചാരിക്കുമ്പം നല്ലൊരു കാറ്റ്, മഴ, പൂവൊക്കെ താഴെ പോവും. ഒറ്റ കണ്ണി മാങ്ങ ഉണ്ണി മാങ്ങ പോലും കിട്ടാതെ പോവുകയും ചെയ്യും ഒരു വർഷം. മക്കളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ബിക്കോസ് അവർ ജീവിക്കുന്നത് വേറൊരു ലോകത്താണ്, ചോയ്സസ് ഒരുപാടുള്ള ലോകത്താണ് നമുക്കും. അപ്പോൾ അതിനുള്ള ഒരു മെൻ്റൽ പ്രിപ്പയർനെസ്. എല്ലാ മുട്ടയും ഒരു കൊട്ടയിലിടരുതെന്നൊരു ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഭയങ്കര സാധനങ്ങളാണ് കേട്ടോ, അല്ലേ? നമ്മളൊരു 50 മുട്ട വാങ്ങിച്ച് നന്നായിട്ട് എല്ലാ ദിവസവും ഡബിൾ ഓംലെറ്റ് 3 നേരം കഴിക്കുന്ന പോകുമ്പോൾ എല്ലാ മുട്ടയും കൂടെ ഒരു കൊട്ടയുടെ എങ്ങനെയൊക്കെ കാല് തെറ്റി വീണാൽ 50 മുട്ടയും പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, 30 മുട്ട കൊട്ടയിലും ഈ 10 മുട്ട വീതം 2 സഞ്ചിയിലുമായിട്ട് തോളിലുമായിട്ടാണെങ്കിൽ ചിലപ്പം ആ മുട്ടയെങ്കിലും സേവ് ചെയ്യാം. അത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന പ്രമാണമാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ, ഹസ്ബൻഡിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ കാര്യത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഫല്യവും എൻ്റെ ചേട്ടൻ ചെയ്തു തരണമെന്ന് ഇല്ല. ഒരു ചേട്ടനും അങ്ങനെ സാഫല്യം ചെയ്യാനുള്ള ആംബിയറൊന്നും ഇല്ല. സോ അതേസമയം അയലത്തെ അദ്ദേഹം എന്നുള്ള കോംപ്ലക്സും വേണ്ട. അറിയാമോ അയലത്തെ അദ്ദേഹം? ഈ ചേട്ടൻ ഒരു മണ്ണാങ്കട്ടയും കൊള്ളൂല, അപ്പുറത്തെ സാർ എന്ത് കൊടുക്കണമെന്ന് അങ്ങനെ വേണ്ട. പക്ഷേ അതായത് നമ്മുടെ കയ്യിലുള്ള 2 പേരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഏറ്റവും മനോഹരമായ പ്രകൃതിയുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്ററാക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക. എല്ലാ പ്രതീക്ഷയും പിള്ളേർ ശരിയാവുന്നതിന് വേണ്ടി കുറച്ചൊക്കെ എങ്ങനെയാണ് എല്ലാ പാരൻസും. ഇപ്പം 3 ദിവസം മുമ്പ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസിനെ ഞാൻ അഡ്രസ് ചെയ്തു. അപ്പോൾ ഞാനെല്ലാം 6-7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫസ്റ്റ് ഡേ വിത്ത് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഐ അഡ്രസ്, ഒരു ഗ്യാപ്പിന് ശേഷം തവണ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കാലത്തും ഞാൻ പറയുന്നതാണ്, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ അവിടെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ അവനെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി എത്രയോ വർഷം ആ പാരൻസ് ചെയ്ത് അതാണ് മനസ്സിൽ വരുന്നത്. സോ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതുപോലുള്ള ഡിഫിക്കൽറ്റിയുള്ള പ്രൊഫഷൻസിലേക്ക് ഒരു കുട്ടിയെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രിപ്പയർ ചെയ്ത് എത്തിക്കുന്ന പാരൻസ് അവരെ നയിക്കണം. കാര്യം അവരാണ് സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നത്. കുട്ടിയാണ് ഞാനല്ലേ നീറ്റ് പഠിച്ച് എഴുതി ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അതിലുള്ള പാരൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജനറേഷണൽ ഫീലിംഗ് നമുക്ക് വേണം. ആ ജനറേഷണൽ ഫീലിങ്ങിൻ്റെ പാർട്ടായതുകൊണ്ടാണ് ഫാമിലി ഇത്രയും ഉദാത്തമായ ഒരു സങ്കല്പമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫാമിലിക്കുള്ള പവിത്രതയും അതിനെന്താ പറയുക, ലിവിങ് ഇൻ റിലേഷൻഷിപ്പ്, അതുമൊക്കെ ഇനി മാറും കേട്ടോ, എല്ലാം മാറും. ഇതൊക്കെ നമ്മളിന്ന് ഒരുപാട് ദുഃഖിക്കാതെ അതിലൊക്കെ എങ്ങനെയാണ് ഈ ഫണ്ടമെൻ്റൽ കെയറിങ് ഫോർ ഈച്ച് അതർ, റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതർ, റെസ്പെക്റ്റ്, റെസിലിയൻസ്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് ഒരു ഫാമിലി ലൈഫിലെ ഏറ്റവും പ്രധാനം. ഒരു റെസ്പെക്റ്റ്, യു റെസ്പെക്റ്റ് യുവർ സ്പൗസ്,
പിന്നെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് അനുഭവം വരുമ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവ്. ഇതെല്ലാം പറയാൻ എളുപ്പമാണെങ്കിലും ഉണ്ടാകാൻ പ്രയാസമെന്നാണെങ്കിലും അസാധ്യമായ കാര്യങ്ങളല്ല. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു, ഇപ്പോൾ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചത് ഞാനൊരു എക്സ്പെർട്ട് എന്നുള്ള മട്ടിലാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും there is nobody, no psychiatrist or psychologist who is an expert in marriage issues, family issues. അങ്ങനെ ഒരു എക്സ്പെർട്ട് ഇല്ല, ബിക്കോസ് ഈച്ച് സിറ്റുവേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ. പക്ഷെ നമ്മൾ കുറേ കണ്ടു കിട്ടുന്ന ഒരു കാഴ്ചയുടെ പരമായിട്ട് ജനറലായിട്ട് ഡെറിവേഷൻസ് കിട്ടി, അതിൻ്റെ ബേസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. അതാണ് നമുക്ക് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം ഇതുപോലൊരു ടാസ്കിന്, ഇതുപോലൊരു കർത്തവ്യത്തിന്, ഈ കർത്തവ്യത്തിൻ്റെ പ്രാധാന്യം ഇനി ട്രംപ് അവിടെ മുഴുവൻ കുളമാക്കിയാലും പുടിൻ യൂറോപ്പ് മുഴുവൻ നശിപ്പിച്ചാലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ ജീവിക്കുന്നിടത്ത് കുടുംബം പോലെ ഒരു സംവിധാനം എന്നും നിലനിൽക്കും. അത് എങ്ങനെ നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്. അവിടെ വേണ്ട ചില കോമൺ ആസ്പെക്ട്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് അവർ സെൽസ്, കോൺസെപ്റ്റ് ഓഫ് മാരേജ്, കരിയർ ഓപ്ഷൻസ് ആൻഡ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് യുവർ സെൽഫ്, നമ്മുടെ നീഡ് ആസ് വെൽ ആസ് നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, അത് ആൻറ്റഗണൈസ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള കഴിവ്, വീഴാതെ ജീവിക്കുന്നതല്ല, വീഴുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാനുള്ള കഴിവാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പശ്ചാത്തലം, അതിനൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് വരട്ടെ എന്ന് ഈ വാസ്തവത്തിലെ ഈ സ്ത്രീ ചേതനയുടെ പ്രവർത്തനങ്ങൾ. ഞാൻ ജയശ്രീ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒരു പൊതുപ്രവർത്തകനോ നേതാവോ നായകനോ ഒന്നുമല്ലാത്തതുകൊണ്ട് ഞാൻ കയറി എന്നാൽ പിന്നെ ഞാനും കൂടെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് വളരെ പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന ഒരു ഇതാണ്. കാരണം ദി സ്ട്രെങ്ത് ഓഫ് ഹൗ വുമൺ മോൾഡ് ഹെർസെൽഫ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിസൈഡ് ദി ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റീസ്. ഒരു സംശയമില്ല. ബിക്കോസ് യു ആർ ക്ലോസർ ടു ബയോളജി. അത് ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രിഡ്ജിങ് സർവീസ് പോലെ, ബ്രിഡ്ജിങ് റിസോഴ്സ് പോലെ ഇതിൻ്റെ പരിപാടികൾ നന്നായിട്ട് നടക്കട്ടെ എന്ന ആശംസ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട്, ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിക്കുന്നു. സന്തോഷത്തോടെ